ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതെന്റെ വ്യക്തിപരമാണ്, ഇവരാരുമില്ല. ഞാൻ പറയാം. അഖിൽ മാരാര് എനിക്ക് പറയും. ഞാൻ എന്റെ കാര്യം ഹലോ, ഞാൻ വിലക്കെ വിളിച്ച് ഞാൻ പറയട്ടോ. അഖിൽ മാരാര് അദ്ദേഹത്തെ കുറിച്ചൊരു കാര്യം പറയണം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളാണ് അഖിൽ മാരാര്. ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉത്തരവാദിത്തം പറയില്ല കേട്ടോ. എടാ, എന്റെ വ്യക്തിപരമായ കാര്യമാണ് പറയുന്നത്. എന്റെ വ്യക്തിപരമായ കാര്യം. അഖിൽ മാരാര് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. കാരണം അത് റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ റീച്ച് കിട്ടാൻ. കാരണം ഒരുപാട് സ്ത്രീകളെ പുള്ളി അപമാനിക്കുന്ന രീതിയിലാണ് ഒരു കാര്യം പറഞ്ഞത്. ബിഗ് ബോസിൽ എത്തുന്ന പലരും കിടക്ക പങ്കിടാൻ എന്ന് അവർ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു ചിലപ്പോൾ ഒരു വ്യക്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിനെ എല്ലാവരെയും ബാധിക്കുന്ന കേസാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല, ആണോ? ഒരിക്കലുമല്ല. പക്ഷെ അതിനോട് പുള്ളി പറഞ്ഞതിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തു പോലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീച്ച് പോകുമല്ലോ. അതായിട്ടാ എനിക്ക്. കാരണം അഖിൽമാരെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്, ഉള്ള കാര്യം പറയാനോ ഇഷ്ടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നു. പക്ഷെ ഈ കാര്യം പറഞ്ഞതിൽ യോജിക്കുന്നില്ല. കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ 2 വർഷം 3 വർഷം കോമഡി സ്റ്റാർസിൽ ആർട്ടിസ്റ്റായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പല സ്കിറ്റുകളും പെർഫോമൻസ് ആയിട്ടും. ഇപ്പോൾ റിയാസ് ഖാനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഒരു എപ്പിസോഡിൽ ഞങ്ങൾ 2 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഏഷ്യാനെറ്റിൽ ചെന്നപ്പോൾ എന്ന് പറയാം, എൻ്റെ കൂട്ടുകാരിനെ ഞാൻ അവിടെ ജസ്റ്റ് പ്രോഗ്രാം കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞതെന്നറിയോ, ഒരു ലേഡീസിനെ വീട്ടിൽ നിന്ന് പോലും വിളിച്ചുകൊണ്ട് വരണമെന്നാണ് അവർ പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ പോലും അമ്മയായിക്കോട്ടെ അവിടെ കാണാൻ കൊണ്ടുവന്നേക്കരുത് എന്നവർ പറഞ്ഞ കേസാണ്. കാരണം അപ്പൊ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പോൾ എനിക്കത് യോജിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാണ് നടക്കുന്നത്. അവിടെ ആരെങ്കിലും വരുന്ന ഒരു ആർട്ടിസ്റ്റിനോട് എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അവരൊന്ന് ചോദിക്കുക, എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. പലരും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ജസ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്ന ലേഡീസിന്റെ നമ്പർ അല്ലെ അവിടെ നിന്ന് ആർട്ടിസ്റ്റിന്റെ നമ്പർ വാങ്ങുമ്പോൾ അവരവരെ പറഞ്ഞു വിട്ട ചരിത്രമുണ്ട്. ഏഷ്യാനെറ്റ് നമ്മൾ വന്ന് ദൂരദർശൻ വേറെ കാര്യം പറയട്ടെ, അതിന് ഇടയ്ക്ക് കയറി ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് പറയട്ടെ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ, ദൂരദർശൻ, ഇതൊക്കെ ആദ്യത്തെ ചാനൽസ് ആണ്. നമ്മളൊക്കെ സിനിമകളൊക്കെ ഏഷ്യാനെറ്റ്, ദൂരദർശൻ അല്ലേ. ഇത് ഇപ്പൊ വരുന്ന ഒരുപാട് ചാനലുകൾ ഈയിടെ പൊട്ടിമുളച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാനലിനെ കുറിച്ച് പുള്ളി പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുള്ളി വേറെ രീതിയിൽ പറയില്ല. അത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ പൊതു അഭിപ്രായമാണ് പറയുന്നത്. കുറെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞതും അവരെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ അപ്പോൾ ലാലേട്ടനെ കുറിച്ച് ഒരുപാട് പേര് അപ്പം ലാലേട്ടൻ്റെ പേജിൽ തെറി വിളിച്ചു. ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി അതിൽ പങ്കെടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഗ്രാമും നല്ല ആളുകളുണ്ടെങ്കിൽ മാത്രം ലാലേട്ടൻ പോവുള്ളൂ. അല്ലെങ്കിൽ അത്ര വലിയൊരു മഹാനടൻ അതിനകത്ത് പങ്കെടുക്കുമോ? അദ്ദേഹത്തിന് ബിഗ് ബോസിൽ പോകണോ? മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു താരമാണ് ലാലേട്ടൻ. അപ്പൊ ലാലേട്ടൻ വരെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ കുറെ പേര് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു പ്രതികരണം ഉണ്ടായി. അപ്പൊ അങ്ങനെ ചോദിക്കണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുമ്പോൾ അവർ അങ്ങോട്ട് ആ പടിക്കലേക്ക് പോവോ? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയോട് അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അങ്ങനെ ആ പ്രോഗ്രാം പങ്കെടുക്കാൻ പോകില്ല. അവർ നാളെ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയും ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് പറയും. അപ്പൊ കുറെ പേര് പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അനുഭവമാണ് പറയണത്. അവിടെ വരുന്ന എല്ലാവർക്കും ആർട്ടിസ്റ്റുകൾക്കും കെയറിങ് ആയിരുന്നു. നമ്മൾ ആവശ്യമില്ലാണ്ട് മിണ്ടാൻ പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഒരു ഫോട്ടോ എടുക്കാൻ പോലും അനുവദിക്കില്ല. വീട്ടിൽ നിന്ന് ആരെ കൊണ്ടുവരാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ട് കോമഡി സ്റ്റാറിൽ ജഗദീശേട്ടനെ എന്ന് കാണുന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് അവിടെ വന്നപ്പോൾ ഇതാരാന്ന് വെച്ചപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് തിരുവനന്തപുരത്ത്, നടക്കില്ല എന്ന് പറയും. അവർ പറഞ്ഞു വിടാൻ പറഞ്ഞു. സ്ത്രീകളെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. സ്ത്രീകളെ ലേഡീസിനെ അടുപ്പിക്കത്തില്ല. കാരണം അവരൊരു ചിട്ടയുണ്ട്. ആ ചിട്ടയിലാണ് അവർ മുന്നോട്ട് പോണത്. അങ്ങനെ ചാനലാണ്. ആ ചാനലിനെ കുറിച്ച്, ആ ചാനലിലെ പ്രോഗ്രാമിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് എന്നെ പോലെ തന്നെ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഞാൻ തുറന്നു പറയത്തില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോൾ എന്നെ വിചാരിക്കുന്നതാണ് ഇത് റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയാം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അല്ലാണ്ട് പെരേര എന്ന് എന്ന്നെ എടുത്തിട്ടെന്ന് പറയുന്നത് വേറെ തലമുണ കേസൊന്നുമല്ല. നമ്മളൊരു പൗരനാണ്, നമുക്കത് പറയാം അല്ലേ.